കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ AWSൻ്റെ ഒരു ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ IAM യൂസേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ആ ചാപ്റ്ററിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് നമ്മളൊരു ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് സെറ്റപ്പ് ചെയ്യേണ്ട കുറച്ച് അഡീഷണൽ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് കരുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മളുടെ റൂട്ട് യൂസർക്ക് ഒരു മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. MFA എന്ന് പറയുന്നത്. അതൊന്ന് എല്ലാ സ്ഥലത്തും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് MFA അല്ലെങ്കിൽ ഒരു അഡീഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ നോർമലി നമ്മൾ ഈ പറഞ്ഞ പോലെ യൂസർ നെയിം, പാസ്വേഡ് എന്ന് പറയുന്ന കാര്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു അഡീഷണൽ ലെവൽ ഓഫ് സെക്യൂരിറ്റി കൂടി നമ്മൾ നമ്മളുടെ അക്കൗണ്ടുകൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ നോർമലി ബാങ്ക് അക്കൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിലോട്ടൊരു OTP ആയിട്ടൊക്കെ വരുന്നുണ്ടല്ലോ, അല്ലേ? അതായത് അതൊരു അഡീഷണൽ ലെവൽ ഓഫ് സെക്യൂരിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ പാസ്വേഡ് ലീക്ക് ആവാനുള്ളോ അല്ലെങ്കിൽ പാസ്വേഡ് ഏതെങ്കിലും രീതിയിൽ ഗസ് ചെയ്യപ്പെടാനുള്ളതോ അങ്ങനെയുള്ള ഒരു സാധ്യത കാരണം നമ്മളുടെ അക്കൗണ്ട് എക്സ്പോസ് ആവുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ് MFA നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. MFA ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് യൂസറിന് എന്തായാലും MFA സെറ്റ് ചെയ്യണം എന്നുള്ളത് AWS ബെസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഒരു MFA സെറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പം നമ്മളൊരു റൂട്ട് യൂസർ ഉണ്ട്. അപ്പം നമ്മൾ നമ്മളുടെ റൂട്ട് യൂസറിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമെയിൽ ID എല്ലാം വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന AWS മാനേജ്മെൻറ്റ് കൺസോളിൻ്റെ അകത്തേക്ക് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മളുടെ റൂട്ട് യൂസറിൻ്റെ പേരുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ. ഈ സെക്യൂരിറ്റി ക്രെഡൻഷ്യലിൻ്റെ അകത്താണ് നമുക്ക് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്ന പേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ പറ്റും. നിങ്ങൾ MFA അസൈൻഡ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർണിംഗ് കാണാൻ പറ്റും. കാരണം ഇത് AWS ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അസൈൻ MFA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൈൻ MFA ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡീഷണൽ പേജിലോട്ട് പോകും. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു നെയിം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നെയിം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിപ്പം ഒരു ഓതൻറ്റിക്കേറ്റർ ആപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ നെയിം വരും. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ആപ്പിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം മൾട്ടിപ്പിൾ നമ്പേഴ്സ് എല്ലാം അവിടെ കാണുമ്പം ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈസിലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഒരു നെയിം അവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നെയിം കൊടുക്കുക. എന്നിട്ട് ഡിഫറെൻറ്റ് രീതികളിലിരിക്കുന്ന MFA ഡിവൈസുകളെ AWS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാസ് കീ, ഓതൻറ്റിക്കേറ്റർ ആപ്പ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഹാർഡ്വെയർ TOTP ടോക്കണൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓതൻറ്റിക്കേറ്റർ ആപ്പ് വെച്ചിട്ടിരിക്കുന്ന ഒരു ഓതൻറ്റിക്കേഷൻ ആണ്. ഓക്കെ. മറ്റ് 2 കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് AWSൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ കിട്ടും. ഇൻ കേസ് അതൊന്ന് പരിചയമാവണമെന്നുണ്ടെങ്കിൽ. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഓതൻറ്റിക്കേറ്റർ ആപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിലെത്തും. ഇങ്ങനെ ഒരു പേജിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓതൻറ്റിക്കേറ്റർ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. വിർച്വൽ ഡിവൈസ് വിർച്വലാണ്. വിർച്വൽ MFA ഡിവൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫോണിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആമസോൺ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആമസോൺ സപ്പോർട്ട് ചെയ്യുന്ന കോമ്പറ്റിബിൾ ആയിട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് ജനറേറ്റ് ചെയ്യുന്ന ടോക്കൺ നമുക്ക് അല്ലെങ്കിൽ നമ്പർ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആമസോൺ സപ്പോർട്ട് ചെയ്യുന്നു, AWS സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഈ പേജിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ
ഇവിടെ ഇരിക്കുന്നു. അപ്പം നിങ്ങളെ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇത്രയും ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. iOS ആണെങ്കിൽ ഇത്രയും ഇത്രയും ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നമുക്കിപ്പം ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ്രോയിഡിലാണെങ്കിലും iOSലാണെങ്കിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്പേഴ്സ് ഒരു 6 അക്ക നമ്പേഴ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യാം. ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന OTP ആണ് നമ്മൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറാണ് നമ്മൾ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഇങ്ങനെ ടൈം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ. അപ്പം ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് ആദ്യം ഒന്ന് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോ QR കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ അമർത്തിയാൽ നമുക്കൊരു QR കോഡ് കിട്ടും. നമ്മളെ ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അടിയിൽ ഏറ്റവും വലതുവശത്ത് താഴത്തായിട്ട് ഒരു പ്ലസ് സൈൻ കാണാൻ പറ്റും. ആ പ്ലസ് സൈൻ അടിച്ചിട്ട് നിങ്ങൾ സ്കാൻ QR കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണ് ആ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിക്കോളും. ലിങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് അപ്പോൾ ഇങ്ങനെ ഒരു 30 സെക്കൻഡിനും ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന കോഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം ആദ്യം ഇപ്പോൾ കാണുന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോഡും കൂടെ വരും. ആ കോഡും കൂടി നമ്മളിവിടെ ഒന്ന് അടിച്ചു കൊടുക്കണം. ആ 2 കോഡ് അടിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ആപ്പിൽ നിന്ന് ഞാൻ ആദ്യം കിട്ടിയ നമ്പർ അടിച്ചു. എന്നിട്ട് 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തു. 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണേ. നമ്മളിതൊന്ന് അവൻ ഇനീഷ്യൽ സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ 2 തവണ ഒന്ന് അടിച്ചു കൊടുക്കണം. അത് കറക്റ്റാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുമ്പം ആ നമ്പർ നമ്മളുടെ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ആപ്പിൻ്റെ അകത്ത് ആ നമ്പർ ഒന്ന് റിഫ്രഷ് ആയി വരും. റിഫ്രഷ് ആയി വന്നു കഴിഞ്ഞ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ആഡ് MFA എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ബോക്സിൽ നോർമലി AWSൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റസ് മെസ്സേജസ് ഒക്കെ എല്ലാം വരുന്നത് ഈ ഒരു മോഡലിലായിരിക്കും. ഗ്രീനിലാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾ ചെയ്ത ആക്ഷൻ എന്താണോ അത് സക്സസ് ആയി എന്നുള്ളതും, റെഡിലാണ് വരുന്നതെങ്കിൽ അത് സക്സസ് അല്ല, ഫെയിൽഡ് ആണ് എന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഗ്രീനിൽ വന്നു, നിങ്ങളുടെ MFA ഡിവൈസ് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് MFA വെച്ചിട്ട് നമുക്ക് MFA വെച്ചിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സൈൻ ഔട്ട് ചെയ്യുന്നു. നമ്മളുടെ ഇപ്പോഴത്തേതൊന്ന് സൈൻ ഔട്ട് ചെയ്യുന്നു. നമുക്കൊന്നും കൂടെ സൈൻ ഇൻ ചെയ്യാൻ നോക്കാം. നമുക്ക് ഒന്നുകൂടെ സൈൻ ഇൻ ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മളുടെ റൂട്ട് യൂസറിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നോർമലി നമ്മൾ കഴിഞ്ഞ തവണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ അവൻ നേരെ മാനേജ്മെൻറ്റ് കൺസോളിലോട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരിട്ട് മാനേജ്മെൻറ്റ് കൺസോളിലോട്ട് പോയില്ല. പകരം അവൻ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് അവൻ MFA കോഡ് അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഫോൺ എടുത്ത് ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ഓപ്പൺ ചെയ്ത് ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ അതിൻ്റെ അകത്തിരിക്കുന്ന നമ്പർ ഏതാണോ അത് ഇവിടെ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് അത് കറക്റ്റ് ആണെങ്കിൽ ഇവൻ ഇപ്പം നമ്മളുടെ AWS അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യും. അപ്പം നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇരിക്കുന്ന ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്തു. ആ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യുന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി നമ്മളുടെ AWS അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതൊരു അഡീഷണൽ സെക്യൂരിറ്റിയാണ് അല്ലേ. ഇപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ MFA എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പം നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് പാസ്വേഡ് വെച്ചിട്ടുള്ള ഒരു സെക്യൂരിറ്റി അത്ര ഇനഫ് അല്ല എന്ന് നമ്മൾ കാണുന്നത് കൊണ്ട് ഇതുപോലുള്ള പല മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം റൂട്ട് അക്കൗണ്ടിൻ്റെ കേസിൽ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന MFA സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് IAM യൂസറിൻ്റെ കേസിലും സെറ്റ് ചെയ്യാം. പക്ഷേ അറ്റ്ലീസ്റ്റ് റൂട്ട് യൂസറിൻ്റെ കേസിലെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് അതൊന്ന് പരിചയമായിരുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് MFA കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമുക്കൊരു ബജറ്റ് സെറ്റ് ചെയ്യാം. ആ ബജറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് ഒരു ഫ്രീ ടയർ അക്കൗണ്ടാണ് അല്ലേ.
ഫ്രീ ടയർ അക്കൗണ്ട് ആണ്. ബേസിക്കലി അത് കംപ്ലീറ്റ്ലി ഫ്രീ അക്കൗണ്ട് അല്ല. ഫ്രീ ടയർ മാത്രമാണ്. അതായത് ചില സർവീസസ് എല്ലാം അല്ലെങ്കിൽ ചില സർവീസിൻ്റെ അകത്തിരിക്കുന്ന ചില ഫങ്ഷൻസ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിൽ തന്നെ നമുക്ക് പെയ്ഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പം എല്ലായ്പ്പോഴും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ആക്സിഡൻ്റലി ചിലപ്പം പെയ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളും യൂസ് ചെയ്തു പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാധ്യത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബജറ്റ് സെറ്റ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ അതിലേക്ക് എത്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുകളിൽ ഇരിക്കുന്ന നമ്മളുടെ റൂട്ട് യൂസറിൻ്റെ ഐക്കണിൽ ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് എത്തും. ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ് ഇവിടെ ആയിരിക്കും നിങ്ങളുടെ നോർമലി നിങ്ങൾക്ക് എത്രത്തോളം ബില്ല് വന്നു, എന്തൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ആയിരിക്കും വരുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് ബില്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. അപ്പം ഒരു ബജറ്റ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റപ്പ് അല്ലെങ്കിൽ ബജറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്കൊരു ബജറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ബജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ബജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സംഖ്യയിൽ അല്ലെങ്കിൽ ആ എമൗണ്ടിൽ കൂടുതൽ എമൗണ്ട് AWSൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സിലോട്ട് അവനൊരു വാർണിംഗ് മെസ്സേജ് അല്ലെങ്കിൽ വാർണിംഗ് മെയിൽ അയച്ചു തരും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം നമുക്കിവിടെ ചെയ്യേണ്ടത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമായിട്ടിരിക്കുന്ന കാര്യങ്ങളും ചെയ്യാം. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് ഒരു മാസത്തിലാണ് ബില്ല് വരുന്നത്. ഒരു മാസം $100 ആണ് നിങ്ങൾക്ക് ചിലവഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ലിമിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $100 വേണ്ടിയിട്ട് ഒരു ബജറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരാം. അങ്ങനെ പല രീതികളിലും കസ്റ്റമൈസ് ഒക്കെ ചെയ്യാം. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ടെംപ്ലേറ്റ് ഓൾറെഡി AWS തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ബജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ സീറോ സ്പെൻഡ് ബജറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. $0.01 കൂടുതൽ, അതായത് തീരെ കാശ് ചിലവാവാതിരിക്കുന്നതിൽ നിന്ന് ഒറ്റൊരു $0.01 എപ്പോഴെങ്കിലും എത്തുകയാണെങ്കിൽ ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്ന ഇമെയിലിനകത്തേക്ക് അവനൊരു ഇമെയിൽ അയക്കും. ഓക്കെ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇമെയിൽ നിങ്ങളുടെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഇമെയിൽ ID ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഡേ ബൈ ഡേ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമെയിൽ ID പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് മിസ്സിംഗ് ആണ് അല്ലേ. നമുക്ക് ഇമ്മീഡിയറ്റ്ലി എവിടെയെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ബജറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്, എവിടെയെങ്കിലും ഒരു കോസ്റ്റ് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവൻ ചെയ്യും. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേ ബൈ ഡേ ചെക്ക് ചെയ്യാത്തൊരു ഇമെയിൽ ID ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം വാർണിംഗ് അല്ലെങ്കിൽ ആ ഇമെയിൽ നമുക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡേ ബൈ ഡേ ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഏറ്റവും ഫസ്റ്റ് മൊമെൻറ്റിൽ തന്നെ പിടിക്കുകയും അതിനെ റെക്ടിഫൈ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം എവിടെയാണ് കോസ്റ്റ് കൂടുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിൽ കയറിയിട്ട് സർവീസസ് ഒക്കെ നോക്കിയിട്ട് എവിടെയാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പക്ഷേ ഇനീഷ്യലി തന്നെ ഇങ്ങനെ ഒരു ബജറ്റ് ക്രിയേറ്റ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു റെഡ് കളറിൽ ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് അവൻ ബജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കോസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിലായിട്ട് വരും. ഓക്കെ. ഇനി ഒരു കാര്യം ഇരിക്കുന്നത് ഇവിടെ ഫ്രീ ടയർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സർവീസസിൻ്റെ അകത്തും ചില ലിമിറ്റുകളൊക്കെ ഉണ്ട്. അതായത് ഓരോരോ സർവീസും എത്ര മണിക്കൂർ ഒരു മന്ത്ലി എത്ര മണിക്കൂർ യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പം അത്രയും മണിക്കൂർ അവൻ തന്നിരിക്കുന്ന ഒരു ഹവേഴ്സിൽ കൂടുതൽ നമ്മൾ ആ സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരും. അപ്പം ഈ കേസിൽ EC2 ആണെങ്കിൽ അവൻ 750 അവേഴ്സ് നമുക്ക് കിട്ടും. അതായത് ഒരു മന്ത് മൊത്തം നമ്മൾ ഒരു പർട്ടിക്കുലർ വിർച്വൽ മെഷീൻ നമ്മൾ EC2 ഇൻസ്റ്റൻസ് അപ്പാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പേജിൽ നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങളുടെ ഫ്രീ ടയർ അക്കൗണ്ട് ഏതെങ്കിലും ഒന്ന് കൂടിപ്പോവാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ, അതായത് ഫോർകാസ്റ്റ് ഒക്കെ ചെയ്തു തരും. മന്ത് ടു ഡേറ്റ് എങ്ങനെയൊക്കെ ഫോർകാസ്റ്റും കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു തരും. അപ്പം ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കൂടിപ്പോകുന്നുണ്ടോ എന്നുള്ളത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും. അപ്പോൾ ഇത് ഒന്ന് ഡെയിലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇത് നോക്കുന്നതും നല്ലതായിരിക്കും. നിങ്ങളുടെ ഫ്രീ ടയർ എങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് കോസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുന്നത് ഒന്ന് നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്ക് സർവീസസിന്റെ പേര് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സർവീസസ് ലിസ്റ്റ് ആയിട്ട് വരും. അപ്പം നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് EC2 എടുക്കുന്നു. EC2 എന്ന് പറയുന്ന ഒരു സർവീസാണ്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം EC2 പഠിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. EC2 സർവീസസിൻ്റെ അകത്ത് ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള, ഫ്രീ ടയർ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിപ്പം എല്ലാ കാര്യത്തിൻ്റെ അകത്തും ഇത് സിമിലർ കൈൻഡ് ഓഫ് പാറ്റേൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇരിക്കുന്ന ഒരു വിർച്വൽ കമ്പ്യൂട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അധികം ഇതാക്കണ്ട. കാരണം നമുക്ക് EC2 എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാര്യം ഒന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ EC2 അല്ലെങ്കിൽ AWSൻ്റെ അകത്തിരിക്കുന്ന പേജ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളൊരു പുതിയ വിർച്വൽ കമ്പ്യൂട്ടറാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒരു OS ചൂസ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട OS ചൂസ് ചെയ്യണം. ആ OSൻ്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ വിൻഡോസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോസിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കുന്ന വേർഷൻ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേർഷൻസ് എല്ലാം ഇവിടെ കാണിക്കും. ഇതിൻ്റെ അകത്ത് ഫ്രീ ടയർ ആയിട്ട്, അതായത് കാശൊന്നും കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് ഫ്രീ ടയർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കാണിച്ചിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചിലതിനൊക്കെ ഫ്രീ ടയർ എലിജിബിൾ എന്നുണ്ട്, ചിലതിനൊന്നും ഫ്രീ ടയർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഫ്രീ ടയർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഒന്നും വരത്തില്ല, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെങ്കിൽ ഫ്രീ ടയർ എലിജിബിൾ അല്ല, നോട്ട് ചെയ്യാത്ത, അതായത് അത് മാർക്ക് ചെയ്യാത്ത ഏതെങ്കിലും ഒരു OSോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസോ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് കോസ്റ്റ് വരും. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ സർവീസിൻ്റെ അകത്തും നിങ്ങൾ പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫ്രീ ടയർ എലിജിബിൾ ആണ് എന്നൊന്ന് എൻഷുർ ചെയ്യണം. കറക്റ്റായിട്ട് ആമസോൺ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇന്ന സാധനം ഫ്രീ ടയർ എലിജിബിൾ ആണ് എന്നുള്ള കാര്യം. നമ്മളിവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രോസസ്സർ ചൂസ് ചെയ്യണം. പ്രോസസ്സർ ചൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് സിമിലർ കൈൻഡ് ഓഫ് കാര്യം കാണാൻ പറ്റും ഇവിടെ ഫ്രീ ടയർ. അപ്പം ഈ സാധനങ്ങളൊന്നും ഫ്രീ ടയർ എലിജിബിൾ അല്ല. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന T2 മാക്രോ എന്ന് പറയുന്ന ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ഫ്രീ ടയർ എലിജിബിൾ ഉള്ളൂ. ബാക്കി ഏത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കോസ്റ്റ് വരും. അപ്പം ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഫ്രീ ടയർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.